പാർലമെന്റ് വളപ്പിൽ നിന്നുള്ള വാർത്തകൾ ഇപ്പോൾ കണ്ടതുപോലെ അങ്ങ് പുരോഗമിക്കുമ്പോൾ അത് അത്ര നല്ലതല്ല. കർണാടക നിയമസഭയിൽ നിന്ന് വരുന്ന വാർത്തകളും വനിതാ മന്ത്രി ലക്ഷ്മി ഹെബ്ബാൾക്കറെ അപമാനിച്ച BJP MLC CT രവിയെ കോൺഗ്രസ് പ്രൊഫസർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ശീതകാല സമ്മേളനം നടക്കുന്ന ബലഗാവിയിലെ സുവർണ വിധാൻ സൗദയിലാണ് ഈ അസാധാരണമായ രംഗങ്ങൾ അരങ്ങേറിയത്. സംഘർഷം നിറഞ്ഞ ആ രംഗങ്ങളിലേക്ക് BJP MLC CT രവിയെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി ചേരുന്നു. റഹീസ്, സംഘർഷം നിറഞ്ഞ അന്തരീക്ഷമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ ജനാധിപത്യ വിശ്വാസികളും ജനപ്രതിനിധികളുമാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ടില്ലേ, സാധാരണ ഈ ഗുണ്ടാത്താവളങ്ങളിലൊക്കെ ഓടിക്കയറുന്നത് പോലെ നേതാക്കന്മാർ ഓടിക്കയറുകയാണ് മർദ്ദിക്കാൻ വേണ്ടി. ഇതിനൊരു കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. റഹീസ്, പറയൂ വിവരങ്ങൾ. SKN പാർലമെന്റിൽ എന്താണോ കാണുന്നത് ആ കാഴ്ചയുടെ അതേ പതിപ്പ് തന്നെയാണ് ഇപ്പോൾ കർണാടക നിയമസഭയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷയവും ഒന്ന് തന്നെയാണ്. അമിത്ഷാ അംബേദ്കർ പരാമർശം. ആ പരാമർശത്തിനെ സംബന്ധിച്ച് ഇന്ന് കർണാടകയിൽ ഈ നിയമസഭയിൽ ചർച്ചയുണ്ടായിരുന്നു. കർണാടകയിൽ ഇപ്പോൾ ശീതകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശീതകാല സമ്മേളനം നടക്കുന്നത് ബലഗാവിയിലെ സുവർണ വിധാൻ സൗദയിലാണ്. അവിടെ വെച്ച് ഇന്ന് ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് BJP കോൺഗ്രസ് അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. അതിനിടയിലാണ് BJP MLA CT രവി അദ്ദേഹം വനിതാ മന്ത്രി ലക്ഷ്മി ഹെബ്ബാൾക്കർക്കെതിരെ ഒരു കടുത്ത പരാമർശം നടത്തിയത്. പുറത്തുവരുന്ന വിവരം ശരിയാണെങ്കിൽ അത് ഏറ്റവും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിൻ്റെ ഏറ്റവും അങ്ങേ തലക്കിൽ നിൽക്കുന്ന ഒരു പരാമർശമാണ്. അത്തരത്തിലൊരു പരാമർശം നടത്തിയതോടുകൂടി നിയമസഭയിൽ ആകെ ബഹളമായി, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമുണ്ടായി. ഓക്കെ, റഹീസാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംഘർഷമാണ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ നടക്കുന്നത് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ.